എല്ലാവർക്കും നമസ്കാരം. ഞാൻ സി ഗണേഷ്, എഴുത്തുകാരനും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ ക്രിയേറ്റീവ് റൈറ്റിംഗ് വിഭാഗം അധ്യാപകനുമാണ്. തലോടുന്നതാര് എന്ന എൻ്റെ കഥ വന്ന വഴിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഒത്തിരി ഓർമ്മകളുണ്ടാവും. വയനാട്ടിലേക്ക് യാത്ര നടത്തുമ്പോഴൊക്കെ വയനാട്, പുൽപ്പള്ളി, തിരുനെല്ലി തുടങ്ങിയ സ്ഥലനാമങ്ങൾ എൻ്റെ ഉള്ളിൽ ഞാൻ വായിച്ചറിഞ്ഞ നക്സൽ ഓർമ്മകളാണ് നിറയ്ക്കാറുള്ളത്. ചക്രവാളത്തിൽ ചുവപ്പ് സ്വപ്നം കണ്ട് കാലത്തിൻ്റെ എരുതിയിലേക്ക് സധൈര്യം ചാടിയവർ, അവർ അവനവനു വേണ്ടി ഒന്നും ചെയ്യാൻ മെനക്കെട്ടില്ല. അവരുടെ മുമ്പിൽ നീതി നഷ്ടമായ സമൂഹമായിരുന്നു. അവനവൻ്റെ സുഖങ്ങൾ ത്യജിച്ച് അവർ വിശുദ്ധരാവുകയായിരുന്നു. നക്സൽ വർഗീസിനെ നമുക്കറിയാം. എന്നാൽ വർഗീസ് മാത്രമോ? എത്രയേറെ പേർ, അവരുടെ ഉടപ്പിറപ്പുകൾ, അവരുടെ അമ്മമാർ, ഇതൊക്കെ എൻ്റെ ചിന്താവിഷയങ്ങളാണ്. വ്യവസ്ഥയുമായി സന്ധി ചെയ്ത് ജീവിക്കുന്ന എന്നെപ്പോലൊരാൾ ഒരു ദിവസമെങ്കിലും വ്യവസ്ഥയോട് കലഹിച്ച് കാലത്തിന് കുറുകെ നടക്കാൻ ഇഷ്ടപ്പെടുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. സാധാരണ ചെറുകഥ പിന്നീട് നോവലായി മാറാറുണ്ട്. അത്തരം ഉദാഹരണങ്ങൾ എഴുത്തുകാർ പറയാറുണ്ട്. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. ചിങ്ങവെയിലിനെ തൊടാമോ എന്ന എൻ്റെ നോവലറ്റിൻ്റെ രചനാവേളയിൽ നക്സൽ കാല രാത്രിയിലേക്ക് ഇറങ്ങിയ മകനെയും അമ്മയെയും കഥാപാത്രമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ആ പുസ്തകം ഇറങ്ങി കുറച്ചു കഴിഞ്ഞ് ചലച്ചിത്ര നിരൂപകനും സുഹൃത്തുമായ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം മഞ്ഞുകാല കഥകളുടെ എഡിറ്റിംഗ് ജോലിയിലാണ്. മഞ്ഞ് പ്രമേയമായ കഥകൾ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നേരമാണ് ശരിക്കും ഈ നോവലിൻ്റെ ഈ ഭാഗം, ആ ഭാഗത്ത് ഉള്ള ഒരു കഥയ്ക്കായുള്ള ഒരു സാധ്യത തെളിഞ്ഞു കിട്ടിയത്. ഒറ്റയിരുപ്പിന് വയനാടൻ കോടയുടെ അന്തരീക്ഷത്തിൽ തലോടുന്നതാര് എന്ന കഥ എഴുതാൻ കഴിഞ്ഞു. നക്സലൈറ്റുകളുടെ ജീവിതം ഇന്ന് പലർക്കും ഒരു സിനിമാ വിഷയം പോലും അല്ല എന്നൊരു തിരിച്ചറിവുണ്ട്. സിനിമക്കാർ നക്സൽ വിഷയം സ്വീകാര്യമല്ല എന്ന് പറയുന്ന ഒരു സന്ദർഭം ഈ കഥയുടെ ഒടുവിൽ വരുന്നുണ്ട്. ഈ അടുത്തായി പുറത്തിറങ്ങിയ കെ എം കമൽ സംവിധാനം ചെയ്ത പട എന്ന സിനിമ മറന്നിട്ടല്ല ഇത് പറയുന്നത്. പക്ഷേ പട പുറത്തിറങ്ങുമ്പോഴേക്കും ഈ സന്ദർഭം ഞാൻ കഥയിൽ ചേർത്തിരുന്നു എന്ന് ഞാൻ ആശ്വസിച്ചോട്ടെ. തികഞ്ഞ പരാജയമാണ് എന്ന് ലോകം സർട്ടിഫൈ ചെയ്ത, എല്ലാവരാലും അവഗണിക്കപ്പെട്ട ചുവന്ന സ്വപ്നങ്ങളുടെ കാവൽക്കാർക്ക് ഞാൻ ഈ കഥ, ജനയുഗം ഓണപ്പതിപ്പിലാണ് ഈ കഥ പ്രസിദ്ധീകരിച്ചത്. അത്തരക്കാർക്ക്, ചുവന്ന സ്വപ്നങ്ങളുടെ കാവൽക്കാർക്ക് ഞാൻ ഈ കഥ സമർപ്പിക്കുന്നു.